ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട് 54,900ൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത് 150 ക്വാണ്ടിറ്റി ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്കൊരു 274.94. ഇപ്പോൾ ഒരു ചെറിയ ലോസ് റൺ ചെയ്യുന്നുണ്ട്, ഒരു 700-800 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കൺവിക്ഷനുള്ളൊരു ട്രേഡാണ്. നമ്മുടെ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ആദ്യം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് നമുക്ക് പ്ലേസ് ചെയ്തേക്കാം, എന്നിട്ട് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് വയ്ക്കാം. ഒരു 250 സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. 250യും ട്രിഗർ വന്നിട്ട് ഒരു 251ഉം. ഇപ്പോൾ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളുടെ ടാർഗറ്റിനെയും സ്റ്റോപ്പ് ലോസിനെയും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. പ്രീമിയത്തിൻ്റെ വോളിയം ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം, കാരണം ആ ചാർട്ട് കുറച്ച് ഇച്ചിരി വൃത്തിയിൽ കാണട്ടെ അല്ലേ. ഓക്കെ, ഇത് പ്രീമിയത്തിൻ്റെ 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. 5 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ ഇപ്പോൾ ഏകദേശം നമ്മളുടെ കോസ്റ്റിൽ തന്നെ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം ഒരു ഡബിൾ ടോപ്പ് ഫോം ആയതിനു ശേഷം ആണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് ഈ ഒരു 25 പോയിൻറ്റ്സിൻ്റെ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഒരു എക്സാക്ട്ലി ഒരു 50 പോയിൻറ്റ്സ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ആയിരിക്കും നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയയും വരുന്നത്. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടുന്നുണ്ട്. ഒരു 1500-1700 അടുപ്പിച്ച് ഇപ്പോൾ ഒരു മൊമെൻറ്റം കിട്ടുന്നുണ്ട്. നമ്മൾ ഓവറോൾ ഒരു 7500 അടുപ്പിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 150 ക്വാണ്ടിറ്റി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുന്ന തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 150 ക്വാണ്ടിറ്റിയിലേക്ക് ആഡ് ചെയ്ത്. പിന്നെ പ്രീമിയത്തിൻ്റെ പ്രൈസും കുറച്ച് ലോ ആയതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഒരു 300ൻ്റെ ഒക്കെ പ്ലസ് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ട്രേഡ് ചെയ്യാവുന്ന ഒരു ബാലൻസ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്നാലും നമ്മളത് അത്രയും ഒരു ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതിപ്പോൾ നമുക്ക് എത്ര കൺവിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് പോകാൻ 50-50 ചാൻസസ് എപ്പോഴും ഒരു ട്രേഡിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ. സോ അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം ഏതായാലും ട്രേഡ് നമുക്ക് ഫേവറായിട്ടാണോ അല്ലെങ്കിൽ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണോ മൂവ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കൊരു ഞാനൊന്ന് ഫോർവേഡ് ഇട്ട് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഒരുപാട് വലിയൊരു ലെങ്തി വീഡിയോ ആയിപ്പോൾ. ഓക്കെ, പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ഒരു ക്ലോസും കൂടെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ നിന്നൊരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് നമ്മളിവിടുന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 25 പോയിൻറ്റ്സിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങുന്നതായിരിക്കും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. 250യും 251 ട്രിഗർ പ്രൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, ഞാൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ ക്രോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല ട്രേഡേഴ്സ്. കണ്ടോ, ഫൈൻ, വലിയൊരു ലോസ് ആയിപ്പോയല്ലോ. ഇതാണ് ഒരു പെട്ടെന്നൊരു മൊമെൻറ്റം താഴത്തേക്ക് വന്ന് നമ്മളെപ്പോഴും സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ട്രേഡ് ചെയ്യാവുള്ളൂ പറയുന്നത്. ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടിരുന്നതുകൊണ്ട് ഞാൻ നോക്കിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ മാനുവലി എക്സിറ്റ് ചെയ്യാം. കണ്ടോ, 227 നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാത്തല്ല. സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വന്നാണ് നമുക്ക് നമ്മളുടെ
അത്യാവശ്യം ഈ ഒരു പോർഷനിൽ ഒരു 25 പോയിൻറ്റ്സിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യേണ്ടായിരുന്നു, പക്ഷേ കണ്ടിന്യൂസ് കണ്ടാവും. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. കണ്ടോ, ഇത്രയും നമ്മളുടെ കാരണം കൊണ്ടല്ലാത്തൊരു വലിയൊരു ട്രേഡേഴ്സ്. അടുത്തൊരു ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് നമുക്ക് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഞാനൊന്ന് നമ്മുടെ ഈ വീഡിയോ റെക്കോർഡിങ് കൂടെ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് സെറോദയെ വിളിച്ച് അവരുടെ കസ്റ്റമർ കെയറിൽ സംസാരിച്ചിരുന്നു. ഇനി അവരുടെ ഒരു ടെർമിനലിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണോ അങ്ങനെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ വന്നതെന്ന്. അപ്പം അവർ പറഞ്ഞതാണ്, എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. കാരണം ഒരു കണ്ടിന്യൂസ് ഒരു പെട്ടെന്നൊരു മൊമെൻറ്റം വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു 1 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്നൊരു മൊമെൻറ്റം വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ട്രിഗർ ആവാതെ പോകും. ഇപ്പോൾ ഞാനിപ്പോൾ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലുള്ളതുകൊണ്ട് സാധാരണ ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അത് നോട്ടീസ് ചെയ്യാനും എനിക്ക് മാനുവലി എക്സിറ്റ് ചെയ്യാനും വന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ട്രേഡിൽ ആവറേജ് ഒരു 3500 മാത്രമേ ലോസ് കൊടുക്കത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് അവിടുന്ന് കറങ്ങിയിട്ടാണ് അത്രയും താഴത്ത് വന്നിട്ടാണ് ഒരു 222 റേഞ്ചിലൊക്കെ വന്നിട്ട് നമ്മളുടെ ഒരു ഇരട്ടി സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയ വന്നിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ അത് ശ്രദ്ധിച്ചത്. സോ ഞാനത് കണ്ടായിരുന്നു. അപ്പം അതെന്തുകൊണ്ടാണ് ഹിറ്റ് ചെയ്യാനെന്നൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഒത്തിരി അപ്സൈഡ് മൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് എടുക്കാറില്ല. നമ്മൾ ഏതെങ്കിലും ഓക്കെ 1-2 ട്രേഡിൽ എടുത്തെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സിംഗിൾ ട്രേഡിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ലൈവായിട്ട് ട്രേഡിൽ കണ്ടതാണ്. നമ്മളുടെ കാരണം കൊണ്ടല്ലാതെ സ്റ്റോപ്പ് ലോസ് തിരികെ. അപ്പം നിങ്ങൾ ഇതിപ്പം എൻ്റെ കയ്യിൽ എനിക്കിപ്പോൾ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളും ഒരു ലെസണായിട്ട് എടുക്കണം. ഇങ്ങനെയൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരിക്കലും ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടെന്നും പറഞ്ഞ് നമ്മളുടെ മറ്റ് ജോലികളിൽ പോയാലും കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ ഒരു ട്രേഡിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോഴും ഞാനിത് കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര ഹ്യൂജ് ലോസസ് നമ്മളിപ്പം ബെയർ ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, എനിവേയ്സ് പിക്ചർ അബീബി ബാക്കി ബായ് എന്ന് പറയണ പോലെ നമുക്ക് ഈ അടുത്തൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പോയ ട്രേഡിനെ പറ്റി നമ്മളിനി സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതൊരു ബിഗ് ലേണിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കണം. ഇതൊരു വലിയൊരു ലേണിങ്സ് ആണ് എല്ലാവർക്കും. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതൊരു പ്രോഫിറ്റാണോ ലോസ് ആണോ അതോ കോസ്റ്റിലാണോ എക്സിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഏതായാലും നോക്കാം. ഞാനൊന്ന് ഫോർവേഡ് കാണിച്ചു തരാവേ. ട്രേഡേഴ്സ്, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അപ്പർ ലെവൽ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇവിടുന്ന് അത്യാവശ്യം നമ്മളുടെ ഒരു ഡിസൈഡ് ടാർഗറ്റ് എത്തി. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ചെയ്തേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് മാർക്കറ്റ് ഓർഡർ ഓക്കെ. അത്യാവശ്യം നമ്മളൊരു R2-ൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. വെയിറ്റ് ചെയ്യേണ്ട, വിട്ടേക്കാം. കാരണം അവിടുന്ന് ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഏതായാലും നമ്മളുടെ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ലോസിന് ബുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 2800 ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓർഡർ ബുക്ക്. താങ്ക് യു.